ശ്യാമല്ലേ ഇത്? ശ്യാമല്ല, ഇത് ആണാ. എടി ഇതെന്റെ കൂട്ടുകാരൻ ശ്യാമാണിത്. നീ ഇവന് എന്തു ചെയ്തടാ? അവൻ പറഞ്ഞില്ലല്ലോ നിന്റെ കൂട്ടുകാരനാന്ന്. അതിനുള്ള ഗ്യാപ്പ് നീ കൊടുത്തോ? ആ ശരിയാ, ഇല്ലടാ, അവൻ പറയുന്നതിന് മുന്നേ അടിച്ചുപോയി. നിന്റെയൊക്കെ തലയിൽ എന്തോ നീ ഞാൻ എന്തോ ഈ പറഞ്ഞത്? അവൻ എത്തി നോക്കാൻ വന്നിട്ടല്ലേ? എന്ത് എത്തി നോക്കാൻ വന്നിട്ടല്ലേ ഞാൻ തല്ലിയത്? എത്തി നോക്കാനല്ല, അവൻ ഇങ്ങനെ വീട്ടിൽ വരുന്നത്. അവനെന്നെ സർപ്രൈസ് ആക്കാൻ വന്നേ, അവനെ തല്ലിക്കൊന്ന് താണ്ടിട്ടേക്കുന്നത്. എടി ഇതിന്റെ പകുതി എന്തിടി? പകുതിയാ? അവിടെ ഉണ്ടല്ലോ. നിനക്കൊക്കെ എന്തുവാടേ ഇത്ര നിനക്കൊന്നും? ഹലോ എടാ, എടാ അവൻ മരിച്ചു പൊട്ടാ. അവന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? വീട്ടുകാരോട് നീ ഒന്നും പറയണ്ട, നമ്മൾ ഇവനെ കണ്ടിട്ടില്ല. നീ പിന്നെ കുഴിച്ചുള്ള പരിപാടി നോക്കാം. വാ. കുഴിച്ചിടാനോ? പിന്നെ ചത്തയെ കൊണ്ട് പിന്നെ ഷോക്കേസ് വെക്കൂ നീ. ഞാനൊരു കാര്യം പറയാം, ഇത് പോലീസ് സ്റ്റേഷൻ അറിയാം, കേസാക്കാതെ. എടാ മണ്ടത്തരം പറയല്ലേ, പോലീസ് സ്റ്റേഷൻ പോയാൽ നീ ഞാനൊക്കെ തൂങ്ങും. നീയും ഞാനുമല്ല, നീയേ തൂങ്ങത്തുള്ളൂ. ഞാൻ തൂങ്ങിയാ നീയും തൂങ്ങും. നീയാ ഒന്നത്, അതുകൊണ്ട് നീയേ തൂങ്ങത്തുള്ളൂ. ഇത് നിന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരനല്ല. ഒന്നത് നീയാണല്ലോ. നിങ്ങൾ വന്നേ. സെക്ഷൻ 300 നിന്റെ തല. അയ്യോ ശാപം. എങ്ങനുണ്ട്? എങ്ങനുണ്ട് പനി? എങ്ങനുണ്ട്? കുഴപ്പമില്ല. ആണോ? ഓക്കെ അല്ലേ? അതെ, ഒരു കാര്യം പറഞ്ഞു. ഇവിടുന്ന് എന്താ? എണീറ്റ് വന്നേ. പറ. നമ്മൾ 3 പേരല്ലാതെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. അമ്മേനിപ്പോ ഇല്ലല്ലോ. അതല്ല, 4ാമതൊരാൾ ഇവിടെ ഉണ്ട്. മനസ്സിലായ? എന്താ സംഭവം? കുറച്ച് സീരിയസ് ആ. എന്ത്? ഇവിടെ ഒരു മരണം നടന്നു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിങ്ങാനും മരിച്ചോ? അതല്ലെന്ന്. എടി നമ്മുടെ വീട്ടിലൊരു ഡെഡ് ബോഡി ഉണ്ടെന്ന്. മതിയേല്. എടി സത്യമാണ് പറയുന്നേ. എടി സീരിയസ് ആയിട്ട്. എടി എന്റെ കൂട്ടുകാരൻ ശ്യാമില്ലേ, അവൻ ഇന്നെങ്ങാണ്ട് ഇവിടെ വന്ന് എന്നെ കാണാൻ. ഞാൻ പറയാം. അത് നിങ്ങളെ ഹോസ്പിറ്റലിൽ പോയില്ലേ? അപ്പോ ഞാൻ ഫോൺ വിളിച്ചിട്ട് നടക്കുമായിരുന്നു. നമ്മുടെ ആജന്റില്ലേ, അതിൽ കൂടെ ഒരുത്തിന് എത്തി നോക്കുന്നു കണ്ടു. ഞാൻ സൈഡിൽ കൂടെ പോയിട്ട് വടിയെടുത്തിട്ട് തലയ്ക്ക് ഒറ്റടി അടിച്ചു. എന്ത് നിസ്സാരായിട്ടായി പറയുന്നല്ലേ? അല്ല, ഞാൻ ബോധം കെടുത്തണമെന്ന് വിചാരിച്ചുള്ളൂ. ഇങ്ങനെയാണ് തലയടിച്ച് പൊളിച്ചു വെച്ചേക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാ? പോലീസ് സ്റ്റേഷനിൽ പോവാ. പോലീസ് സ്റ്റേഷനിലോ? നിങ്ങൾക്ക് പ്രാന്താണോ? എടി പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മൾ എല്ലാവരും തൂങ്ങും. എന്റെ ജീവിതം ഞാൻ തോന്നത്തില്ല. നിങ്ങള് എനിക്കറിയത്തില്ല. നിങ്ങളില്ല, ഇവളാണ് വന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മരിച്ചു കുഴിച്ചിടാം. കുഴിച്ചിട്. കുഴിച്ചിടാനോ? പിന്നെ പട്ടി പൂച്ചാണല്ലോ കുഴിച്ചിടുന്ന പോലെ മനുഷ്യനെ കുഴിച്ചിടാം. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? നിങ്ങൾ ആരും ഒന്നും പറയണ്ട, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇത് നമ്മുടെ അച്ഛന്റെ കൂട്ടാനില്ലേ, എന്തോ വക്കീല് നന്ദഗോപം ആരാരം അല്ലേ, പുള്ളിയെ വിളിച്ചു ചോദിക്കേണ്ടി വരും. നല്ല ഐഡിയ. നീ മിണ്ടരുത്. നീ അയാളുടെ നമ്പർ എനിക്ക് വെച്ചേരാവോ? എന്നാലേ നീ രക്ഷയുള്ളൂ. നീ മിണ്ടരുത്, വേഗം വയ്ക്കേ. അല്ല, ചേട്ടൻ നല്ല സംസാരിക്കാന്നല്ലോ പറഞ്ഞേ. അല്ല, ചേച്ചി ശരിക്കും തല്ലിക്കൊന്നുള്ള ശരി തന്നെയാണോ? ഹലോ സാറേ, ഞാൻ മദൻ മാവേലിക്കര, പുള്ളിയുടെ മകൻ നിഖിലാണ് സംസാരിക്കുന്നത്. സാറേ, ഒരു അത്യാവശ്യം ഒരു കാര്യം ചോദിക്കാനായിരുന്നു വിളിക്കുന്നത്. സാറിന് ഇപ്പൊ കേസുണ്ടോ? കേസുള്ളതുകൊണ്ടാണല്ലോ ഞാൻ വക്കീലായിട്ട് ഇരിക്കുന്നത്. അല്ല, എന്താ അങ്ങനെയല്ല സാറേ, ഇപ്പൊ ഫ്രീ ആണോ എന്നാ ഉദ്ദേശിച്ചത്. ഫ്രീ ആ, മോൻ പറഞ്ഞോ. സാറേ, ഒരു സിനിമയുടെ കാര്യത്തിനായിട്ട് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചത്. പുതിയതായിട്ട് ചെയ്യാൻ പോന്നേ, എനിക്കൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടാണേ. പറഞ്ഞോ കാര്യം പറഞ്ഞോ. സാറേ, ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് അതിക്രമിച്ച് കയറുന്ന ഒരു കള്ളൻ. അപ്പൊ ആ കള്ളനെ ആ വീട്ടിൽ തന്നെ ഒരു വ്യക്തിയുടെ ഭാര്യ തലക്കടിച്ച് വീണു. അത് ആളറിയാതെ അങ്ങനെ ചെയ്തൊരു കേസ്. എന്നിട്ട് പുള്ളി മരിച്ചു പിന്നെ അവസാനം. അങ്ങനെ ഒളിപ്പിച്ചു വെച്ച ഒരു രീതിയിലാണ് നമ്മൾ കഥ പോകുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബോഡി വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുകയോ അങ്ങനെ തലക്കടിച്ച് ഒരാളെ കൊല്ലുകയോ ചെയ്ത എന്തെങ്കിലും കേസുണ്ടോ സാറേ? ഈ തലക്കടിച്ച് കൊന്നെന്ന് പറഞ്ഞ ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നോ? അല്ല, നാച്ചുറൽ ആയിട്ട് ആളറിയാതെ ഒരു കള്ളനെ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിട്ട്. ഈ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം കത്തി കടാരെ അല്ല, ഒരു കൈ കിട്ടിയ ഒരു മടലെടുത്ത് തലക്കടിച്ചു. അങ്ങനെ മരണപ്പെടുന്ന ഒരു യുവാവ്. തലയുടെ ഏത് ഭാഗത്തായിട്ടാണ് അടിച്ചത്? തലയുടെ ഒരു ഉച്ചി ഭാഗത്തിന്റെ ബാക്ക് വശമായിട്ട്. മെഡുല ഒബ്ലാങ്കട്ടയുടെ അടുത്തായിട്ട് വല്ലതും? അല്ല, ആ സംഭവം എന്തായാലും മരിച്ചു സാറേ, എവിടെയാണേലും. അപ്പൊ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ ആ കുട്ടിക്കോ അയാളുടെ ഭർത്താവിന്? എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം പറ്റുമോ? ആള് മരിച്ചത് സ്പോട്ടിലാണോ അതോ കുറച്ച് കഴിഞ്ഞാണോ? സാറേ, വീട്ടിൽ വന്നു അടിച്ചു കൊന്നു മരിച്ചു, സ്പോട്ടിൽ മരിച്ചു. അപ്പൊ ആ ആളിനെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ അയാളുടെ ഭർത്താവിന് കൊന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമോ? ഈ വന്ന ആളിട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ ഏതാ?
സാറേ അതൊന്നും നോക്കിയില്ല. ഇങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സാർ അല്ല എന്തോ സാറൊന്നും പറ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചെയ്താ? ഈ അടിച്ചത് പ്ലാസ്റ്റിക് കൊണ്ടാണോ അതോ ഇരുമ്പ് വല്ലതും കൊണ്ടാണോ? സാറേ മടലെടുത്ത് അടിച്ച സാറേ. ഈ മടൽ എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് മടലാണ്? സാറേ എങ്ങനെയും സഹായിക്കണം സാറേ, നമ്മളൊരു കേസിൽ പെട്ടുപോയി കേട്ടോ. ഇതൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് അതിന് പരിഹാരം പറയാൻ പറ്റും. അതാ ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭാര്യയാണ് ശരിക്കും പറഞ്ഞ തലക്കടിച്ചത്. അല്ല അങ്ങനെ പറ്റിപ്പോയി. ഇങ്ങനെ ആള് ഒരു അതിക്രമിച്ച് കയറിയപ്പോ അങ്ങനെ ചെയ്തതിന്റെ ഒന്നതാ. അപ്പൊ ഇപ്പൊ ആ വ്യക്തി എടുത്ത് എന്റെ ബെഡ്റൂമിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സാറേ. മോനെ ഇത് പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഞാൻ സേഫ് ആണോ? മോൻ അടിച്ച കുട്ടിയുടെ ആരാണെന്നാ പറഞ്ഞ്? ഭർത്താവ്. അപ്പം തൂങ്ങും, രണ്ടുപേരും തൂങ്ങും. അല്ല സാറേ എന്റെ പേരിൽ എന്ത് വകുപ്പാ വരുന്നത്? അതിന് അവളല്ലേ കൊന്നേ? അല്ല സാറിന് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഞങ്ങൾ എന്തെങ്കിലും ഒരു സെക്ഷൻ 300 ചില്ലുവാനം പ്രകാരം മോന്റെ പേരിലും 400 ചില്ലുവാനം പ്രകാരം ഭാര്യയുടെ പേരിലും കേസ് എന്തായാലും വരും. സാറേ അതിക്രമിച്ച് കയറിയവനെ കൊന്നതിന് നമ്മളിപ്പോ എന്തിനാ അനുഭവിക്കുന്നതൊക്കെ? അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് വെക്കണമായിരുന്നു, ട്രെസ്പാസേഴ്സ് നോട്ട് അലൗഡ് ബോർഡ്. അപ്പൊ അതേ വകുപ്പുള്ളൂ, എന്തായാലും അകത്ത് പോവോ? ഷുവർ ആയിട്ടും അകത്ത്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട? അടിയന്തരമായിട്ട് നിങ്ങൾ അടിയന്തരത്തിനുള്ള ആൾക്കാരെ വിളിച്ചോളൂ. ദൈവമേ. അപ്പൊ ശരി മോനെ, നമുക്ക് കോടതിയിൽ കാണാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ അപ്പഴേ പറഞ്ഞതാ കുഴിച്ചിടാന്ന്. എന്തുട്ട് ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുഴിച്ചിടാൻ പോകുന്നേ? പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റഫ് ചെയ്ത് വെക്കുവോ? ഇതിപ്പം ഇപ്പൊ എന്ത് പറയുമെന്തോ. എന്തായാലും ചേട്ടൻ വരട്ടെ, നമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിട്ടിട്ട് എന്താ കാര്യം? ശരിയാ. എന്നാലും ആളൊക്കെ നമ്മളെ തേറ്റം കണ്ടല്ലേ. എടി എന്റെ അടിയല്ല, എനിക്കറിയാം. ക്ലോസ് ആയിക്കണം. അവൻ ചത്തോ? ചത്തു കൺഫേം. അല്ല നീ കണ്ടില്ലല്ലോ അല്ലേ? നിഖിലിന്റെ റൂമിലെ കട്ടിനടിയിലുണ്ട്. അയ്യോ എന്തൊരു കൗതുകത്തോട് ചോദിച്ചാ എന്തോ ഒരു ട്രോഫി കിട്ടിയ കൂട്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ റൂട്ടിൽ കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ. നീ വെറുതെ എന്നെ ടെൻഷൻ ആക്കല്ലേ, നീ ഉണ്ടായിരുന്നു. അവൻ വരട്ടെ. ആ എന്താ പറഞ്ഞേ? ഒരു രക്ഷയില്ല. നീ അകത്ത് കേട്ടോ, നീ വിളിച്ചിരിക്കണ്ട. സമാധാനമായില്ലേ എനിക്ക്? അതുകൊണ്ടല്ല ഞാൻ ആദ്യം പറഞ്ഞത് കുഴിച്ചിടാമെന്ന്. എന്ത് പറഞ്ഞാലും കുഴിച്ചിടാതെ വല്ല ചത്ത ശവമല്ലോന്നോ? ഞാനൊരു കാര്യം പറ്റേ, ശരി കുഴിച്ചിടുന്നത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇതാ നമ്മള് ഗൂഗിൾ പറയണത് നമുക്ക് കുഴിച്ചിടാൻ പറ്റി. നീ ഗൂഗിളിൽ സെർച്ച് ചെയ്തതൊക്കെ ചേട്ടാ കിട്ടും. ചേട്ടൻ എന്തായാലും പറയുന്നത് കേക്ക. 2 ബോട്ടിൽ ആസിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബോഡി മൊത്തം നശിപ്പിച്ച് കളയാം. ഒരു മനുഷ്യ കുഞ്ഞുപോലും അറിയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നല്ല വലിയൊരു കല്ല് കെട്ടിയിട്ട് നമുക്ക് വല്ല കായലിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിടാം. ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവള്? ചേട്ടൻ കൊണ്ട് അത് അല്ലെങ്കിൽ ഈ ഉണ്ട്. നമുക്ക് ഇനി നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിടാം. എന്തായാലും മീൻ കഷ്ണം വരാണോ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കൊണ്ടിടാൻ? പിന്നെ നീ ജയിലിൽ പോവോ? ഇല്ലല്ലോ. എന്തുവാണ് ഇതിന്റെ തലക്കകത്ത്? എടാ എന്തായാലും കൊന്നവിടെ വെച്ചിട്ടാണോ നീ ഇതൊക്കെ പറയുന്നേ? അല്ല എന്തായാലും പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? ഇനി രക്ഷപ്പെടാൻ വരെ വഴി പറയേ. എടീ രക്ഷപ്പെടാനുള്ള വഴിയില്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ കുപ്പിയുടെ ആസിഡ് ബോട്ടിൽ എത്ര വേണം നോക്കട്ടെ. വെയിറ്റ് ഇതൊന്ന് പറയേ. നിക്ക്. ചത്തവനല്ലേ വന്നിരിക്കുന്നേ? ശ്യാമ നീ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ചെറിയൊരു മങ്ങല്. എവിടെ? കണ്ണിന്. പിന്നെ എവിടെ? കേക്കുന്നുണ്ടോ? ആ കേക്കാം. ഇല്ലേ? നിന്നെ വന്ന് വിളിച്ചത് മാത്രം ഓർമ്മണ്ടാ? ആര്? ആ നീ അല്ലേ? നീ എന്താ വിടുന്ന് ഫോൺ വിളിച്ചുകൂടായോ നിനക്ക്? എടാ നിന്നെ 2 തവണ വിളിച്ചടാ ഞാൻ. എപ്പോ? എന്തോ അടി നീ അടിച്ചവന്? അതെ ഒന്നും വിചാരിക്കരുത്. എനിക്കറിയില്ലല്ലോ ഇവന്റെ ഫ്രണ്ടാണെന്ന്. പിന്നെ മുഖം കണ്ട കള്ളനല്ലാന്ന് പറയൂല. വീട്ടിൽ വേദനൊക്കെ ഇങ്ങനെ അവള് പെരുമാറുന്നേ. ഇത് സ്ഥിരം പരിപാടിയാണോ? അയ്യോ അല്ല, സത്യമായിട്ടും ആ ജനലിൽ കൂടെ എത്തി നോക്കുന്ന കണ്ടപ്പോ ഞാൻ കള്ളനാന്ന് വിചാരിച്ചതാ. എന്തായാലും നന്നായിട്ടോ, ഇതിന്റെ ഒരു പുനർജന്മോ. ഇവള് നിന്നെ എന്തൊക്കെ ചെയ്യാനാ പ്ലാൻ ചെയ്തറിയോ? ഇതേ അപ്പുറത്തെ പറമ്പിന് ആദ്യം കുഴിച്ചിടുക, 2 കന്നാസ് ആസിഡിൽ ഉരുക്കുക, കൊത്തി എരിഞ്ഞ് എന്താ. അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മരിച്ചു പോയി. ഞാനിതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിനക്ക് ആളിനെ മനസ്സിലായതാരാന്ന്? ഇല്ല. ഇത് എന്റെ ഭാര്യ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തന്നെയാ. ഫ്രം ബാംഗ്ലൂർ അല്ല അമേരിക്ക. അവിടെ ഇങ്ങനെയാ ഫസ്റ്റ് ഇംപ്രഷൻ. അതെ നല്ലായിരുന്നു അല്ലേ? ഇങ്ങനെ ആയിരിക്കണം അല്ലേ? ഈ മൊമെന്റ് ഒരിക്കലും ഞാൻ മറക്കില്ല. നന്ദിയുണ്ടേ. എനിക്കൊരു ആശ്വാസമായി.